ഹായ് ഗൈസ്, അപ്പോൾ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നത് തുടക്കം സിനിമ ഇന്നലെ റിലീസായിട്ടുണ്ട്. അപ്പോൾ നാളെ എനിക്കത് കാണാൻ പോകണം. അതാണ് ആഗ്രഹം. നാളെ അല്ല, സോറി, ഇന്ന് രാത്രി കാണാൻ പറ്റുക, ഇന്ന് കാണാൻ പോകണം. അപ്പോൾ എന്താവുമെന്ന് അറിയില്ല. കാരണം മൊത്തത്തിൽ പോസിറ്റീവ് റിവ്യൂ ആണ് കിട്ടിയത്. ഇതും പോരാത്തതിന് DC ക്കും പോസിറ്റീവ് റിവ്യൂ. നമ്മുടെ മറ്റേ തമിഴ് ലോകേഷ് കനകരാജ് അഭിനയിച്ച പടം. അയ്യോ, എളുപ്പമല്ല. സിനി ഫൈൽസിന് ഇപ്രാവശ്യം ശരിക്കും പെട്ടു. കാരണം പോക്കറ്റിൽ കാശ് നിൽക്കുമെന്ന് തോന്നുന്നില്ല. അമ്മാതിരി പടം റിലീസ് ചെയ്യുന്നത്. എങ്ങനെ ഈ മാസം കടന്നു പോകുന്ന ഒരു പിടിയും കിട്ടുന്നില്ല. കാരണം നമ്മൾ ഈ രണ്ട് പടത്തിന് ഇപ്പോൾ പോസിറ്റീവ് വന്നു. ഈ അടുത്ത ആഴ്ച വിശ്വനാഥ് സൺസ് വരുന്നുണ്ട്. അതിൻ്റെ അടുത്ത ആഴ്ച കഴിഞ്ഞാൽ നമ്മുടെ മറ്റേ ഖലീഫ, ഗെയിം, പിന്നെ ഭദ്രയും കുടുംബ യൂണിറ്റ്. ഇത് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. ഈ മാസം എല്ലാ പടവും കൂടി എന്താ പറയുക പടച്ചു വരികയാണ് സിനിമ കാണാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ മറ്റേ ഞാൻ ട്രോളുകളൊക്കെ കണ്ടിരുന്നു ഇൻസ്റ്റാഗ്രാമിൽ. ഇതൊക്കെ എന്താ പറയുക, നമ്മുടെ മറ്റേ ഇത് പറയില്ലേ, ലോൺ എടുക്കേണ്ടി വരുമെന്ന്, ആ ഒരു അവസ്ഥയിലേക്ക് എത്തിയിരിക്കുകയാണ് സിനിമ കാണാൻ വേണ്ടിയിട്ട്. അത്രയധികം സിനിമയാണ് ഈ ആഴ്ച ഈ മാസം റിലീസ് ചെയ്യണത്. സോ ഇന്നിറങ്ങിയ രണ്ട് പടത്തിന് ഞാനിതൊരു എന്തായാലും തുടക്കത്തിന് പോകണമെന്ന് ഞാൻ വിചാരിച്ചിരുന്നായിരുന്നു. കാരണം എന്താ പറയുക, ലാലേട്ടൻ ഉണ്ട്, പേസ ലാലേട്ട ഫാൻ, ഞാൻ എന്തായാലും പോയല്ലേ പറ്റൂ എന്നുള്ളൊരു തോന്നല്ലേ. പിന്നെ ഡി സി ഡി സി എനിക്ക് ഭയങ്കര എക്സ്പെക്റ്റേഷനുള്ള പടം തന്നെയാണ്. പക്ഷേ കാണണോ വേണ്ടയോ, കാരണം ഒരുമിച്ച് എങ്ങനെ എന്താ പറയുക, നമ്മുടെ മറ്റേ സിനിമകളിലൊക്കെ ഒരുപാട് വരുന്നതുകൊണ്ട് തന്നെ ഇത് സ്കിപ്പ് ചെയ്യാന്നാണ് ഞാൻ വിചാരിച്ചത്. മലയാള സിനിമകൾ കൂടുതൽ പ്രിഫർ ചെയ്യാന്നുള്ളത് വിചാരിച്ച്. പക്ഷെ DC കിട്ടണ പോസിറ്റീവ്, പ്രത്യേകിച്ച് എൻ്റെ കൂട്ടുകാരൻ ഇന്നലെ പടം കണ്ടു. അവൻ വിളിച്ചിട്ട് പറഞ്ഞു, എടാ അത് നിൻ്റെ പാറ്റേണിന് പറ്റിയ സിനിമയാണ്. എനിക്കാണെങ്കിൽ വയലൻസ് ഒക്കെ ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ്, ആക്ഷനും വയലൻസും ഒക്കെ. അപ്പം അത് ഭയങ്കര നിനക്ക് വർക്കാവും എന്ന് പറഞ്ഞ് അങ്ങനെ പറഞ്ഞു. പ്രത്യേകിച്ച് അനിരുദ്ധ് കത്തിച്ചിട്ടുണ്ടെന്നും പറഞ്ഞു. അനിരുദ്ധിൻ്റെ മ്യൂസിക് നല്ല തീ പോലെ കത്തിച്ചിട്ടുണ്ടെന്നും പറഞ്ഞു. മൊത്തത്തിലാകെ പെട്ടിരിക്കുക. ഇതിൽ ഏത് പടം സ്കിപ്പ് ചെയ്യണം എന്നുള്ള രീതിയിൽ എൻ്റെ മൈൻഡ് ഓടിക്കൊണ്ടിരിക്കണം. എന്തായാലും തുടക്കം ഫസ്റ്റ് പ്രിഫറൻസ് ആണ്. അത് കാരണം തുടക്കം എന്തായാലും ഞാൻ കാണും. അപ്പോൾ ഇന്നെന്തായാലും തുടക്കത്തിന് പോകാമെന്നാണ് വിചാരിക്കുന്നത്. DC പറ്റാച്ച പോകണം. അത് ഭയങ്കര അടിപൊളി പടമാണെന്നാണ് പറയുന്നത്. പക്ഷേ അറിയില്ലേ, ബഡ്ജറ്റ്, ഈ ബഡ്ജറ്റ് നമ്മുടെ കയ്യിൽ നിൽക്കില്ല. എത്രത്തോളം ഇത് പോകുമെന്നോ എങ്ങോട്ട് ഇത് പോകുന്നോ ഒരു പിടിയുമില്ല. അപ്പം ഇനിയിപ്പോൾ എന്തായാലും കണ്ടു അറിയാം. എന്തായാലും ഇത്ര എനിക്കിന്ന് പറയാനുള്ളൂ. കാരണം മൊത്തത്തിൽ വിട്ടിരിക്കുക. കാരണം ഇന്നിപ്പോൾ ഇനി രാത്രി പ്ലാൻ ചെയ്യണം എങ്ങനെ പോകണം, സെക്കൻഡ് ഷോയ്ക്ക് പോകണം എന്നുള്ള മൂഡിൽ. കാരണം 6 മണിക്കാണ് മറ്റേ ഷോ, അല്ലെങ്കിൽ 6:30-ഒക്കെ ആയിരിക്കും. പിന്നെ വർക്ക് കഴിഞ്ഞിട്ട് കറക്റ്റ് എത്താൻ പറ്റിയ സ്ഥലങ്ങളൊന്നും ഇല്ല. അപ്പോൾ ചിലപ്പോൾ മിക്കവാറും സെക്കൻഡ് ഷോയ്ക്ക് വേണം പോകാൻ. അപ്പോൾ ഇനി എന്താവുമെന്ന് കണ്ടറിയാം ഇന്നത്തെ ദിവസം. അപ്പോൾ അത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ എല്ലാവർക്കും ബൈ.